ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് കുറച്ചധികം പെറ്റ്സുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്നാലാണ് നിങ്ങൾക്ക് ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പറും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരിൽ നിന്നാണ് കുറച്ച് ഡോഗ്സുകൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ജർമ്മൻ ഷിപ്പേൻ്റെ ഒരു ഫീമെയിലാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്, ഫീമെയിൽ പപ്പി. ഇതാണ് ഫാദർ വന്നിരിക്കുന്നത്, ലോങ് കോട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ കാണിച്ചിരിക്കുന്നത് ഫാദറിൻ്റെയും മദറിൻ്റെയും വീഡിയോ ആണ്. ഇത് ഫാദർ വന്നിരിക്കുന്നത് ലോങ് കോട്ട് ഫീമെയിൽ പപ്പിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു ഫാദറാണ് വന്നിരിക്കുന്നത്. ഇത് മദർ ലോങ് കോട്ടാണ് വന്നിരിക്കുന്നത്, ജർമ്മൻ ഷിപ്പേൻ്റെ ലോങ് കോട്ട്. 4 മാസം കഴിഞ്ഞിട്ടുള്ള ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്. 4 മാസം കഴിഞ്ഞിട്ടുള്ളൂ. എല്ലാ വാക്സിനേഷനൊക്കെ എടുത്തതാണ് ജർമ്മൻ ഷിപ്പേഡ് ലോങ് കോട്ട് ഫീമെയിൽ. എല്ലാ വാക്സിനേഷനൊക്കെ എടുത്തത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഈ ജർമ്മൻ ഷിപ്പേൻ്റെ ഫീമെയിലിന് അവർ ചോദിക്കുന്നത് 10,000 രൂപയാണ്, 10,000 ആണ് ചോദിക്കുന്നത്. അവിടെ തന്നെ നമുക്ക് അടുത്ത സൈഡിലുണ്ട് തന്നെ മിനിയേച്ചർ പോമിൻ്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. മിനിയേച്ചർ പോംറൈനിൻ്റെ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 5,000 രൂപയാണ്. ഈ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരിൽ നിന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പേഡ്, മിനിയേച്ചർ പോം, ഡാഷ് ഹണ്ട്, രാജപാളയം എന്നിവ 4 ഡോഗ്സുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് അവിടെ നിന്ന് വന്നിരിക്കുന്നത് ഡാഷ് ഹണ്ടിൻ്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഡാഷ് ഹണ്ടിൻ്റെ ഒരു ഫീമെയിൽ പപ്പി. 3,500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. ഫാദർ വന്നിരിക്കുന്നത് സർട്ടിഫൈഡ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 3,500 രൂപയാണ് ഈ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്, ഡാഷ് ഹണ്ടിൻ്റെ ഫീമെയിൽ പപ്പി. അപ്പോൾ ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സീരിയൽ നമ്പർ ഡിസ്റ്റൻസിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എടുക്കാൻ അറിയില്ലെങ്കിൽ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അടിയിൽ മോർ എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിട്ടുണ്ടാവും. മോർമ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രീഡേഴ്സിൻ്റെ എല്ലാവരുടെയും നമ്പർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഡാഷ് ഹണ്ടിൻ്റെ ഫീമെയിൽ പപ്പിക്ക് അവർ ചോദിച്ചിരിക്കുന്നത് 3,500 രൂപയാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് രാജപാളയത്തിൻ്റെ അഡൽട്ട് ഫീമെയിലാണ്. സെയിം ബ്രീഡറാണ്, സെയിം ലൊക്കേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. എറണാകുളം ജില്ല നോർത്ത് പറവൂർ രാജപാളയത്തിൻ്റെ നല്ലൊരു അടിപൊളി ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്, അഡൽട്ട്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 10,000 രൂപയാണ്, 10,000 ആണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡോഗ്സിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ആണ്. എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി ഒരു രാജപാളയത്തിൻ്റെ അഡൽട്ട് ഫീമെയിൽ 10,000 ആണ് റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി പപ്പീസിനൊക്കെ എടുക്കാൻ, പപ്പീസും അതുപോലെ ഡോഗ്സിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ബ്രീഡറെ വിളിക്കാവുന്നതാണ്. നിങ്ങൾ ഡയറക്റ്റ് വിളിച്ചിട്ട് കിട്ടാത്ത നമ്പറുകളൊക്കെ വാട്സപ്പിലും കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ പപ്പീസാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത്. വൈറ്റ് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് അവർ ചോദിക്കുന്നത് 4,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വയ്ക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ പട്ടേക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പ്യുവർ വൈറ്റ് ഫീമെയിലാണ്. 4,000 രൂപയാണ് അതിൻ്റെ റേറ്റ് വയ്ക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നിരിക്കുന്നത് മെയിലോട്ട് ഫീമെയിൽ പപ്പിയുണ്ട്. 3,500 രൂപയാണ് പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ പപ്പീസിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ പപ്പീസാണ്, ആലപ്പുഴയുടെ ലൊക്കേഷൻ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പേർഷ്യൻ ക്യാറ്റിൻ്റെ നല്ല അടിപൊളി കിറ്റൻസാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. മദറിൻ്റെ ഫോട്ടോ ആണ് നമ്മൾ ഫസ്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സെമി പഞ്ചും അതേപോലെ ഫുൾ പഞ്ചും തമ്മിലുള്ള ബ്രീഡിലുള്ളതാണ് പാരൻസ് വന്നിരിക്കുന്നത്. 2 മെയിൽ കിറ്റൻസും ഒരു ഫീമെയിൽ കിറ്റനാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത്. മെയിൽ കിറ്റൻസിന് 5,500 രൂപയും പീസ് റേറ്റ്, ഫീമെയിലിന് 8,000 രൂപയാണ് അവർ റേറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ചാലക്കുടിക്ക് അടുത്ത് മാളയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള കിറ്റൻസാണ് വന്നിരിക്കുന്നത്. 2 മെയിലും ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്. ഫീമെയിലിന് 8,000 രൂപയും മെയിൽ കിറ്റൻസിന് 5,500 രൂപയാണ് ചോദിക്കുന്നത്. പേരൻസ് വന്നിരിക്കുന്നത് ഫുൾ പഞ്ചും അതേപോലെ സെമി പഞ്ചുമാണ് വന്നിരിക്കുന്നത്.
അടുത്തായിട്ട് നമുക്ക് ഗിനിപ്പിക്കുകൾ സെയിലായിട്ട് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താഴെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 30 എണ്ണം കൊടുക്കാനുണ്ട്. പീസ് റേറ്റ് 100 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ 30 എണ്ണം ഒരുമിച്ച് എടുക്കണമെങ്കിൽ 2000 രൂപയാണ് അവർ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. 20 എണ്ണത്തിൻ്റെ റേറ്റ് മാത്രം ചോദിക്കുന്നുള്ളൂ. 10 എണ്ണം ഫ്രീ ആയിട്ട്. പീസ് റേറ്റ് 100 രൂപ. 30 എണ്ണം കൊടുക്കാനുണ്ട്. അർജൻറ്റ് സെയിലാണ്. അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല, ഡയറക്റ്റ് ചെന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ 30 എണ്ണം കൊടുക്കാനുണ്ട്. 30 എണ്ണം ഒരുമിച്ച് എടുക്കുമ്പോൾ 2000 രൂപയാണ് റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. 20 എണ്ണത്തിൻ്റെ റേറ്റ് ചോദിക്കുന്നുള്ളൂ. 10 എണ്ണം ഫ്രീ ആയിട്ട്. കരുനാഗപ്പള്ളി താഴെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അർജൻറ്റ് സെയിലാണ്. എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല റേറ്റ് കുറവാണ് ഗിനിപ്പിക്കുകൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. ബീഗിളിൻ്റെ ഒരു സ്റ്റഡ് മെയിൽ പപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു മെയിൽ പപ്പി. 15000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. മദറിൻ്റെയും ഫാദറിൻ്റെയും ഫോട്ടോസ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മദറിൻ്റെയും ഫാദറിൻ്റെയും ഫോട്ടോസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു സ്റ്റഡ് മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. നല്ല മാർക്കിംഗ് ഒക്കെ ഉള്ളത്. കണ്ണൂരാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. 15000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. നമുക്കിനി ഒരുപാട് പെറ്റ്സുകൾ സെയിലായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്താണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത്. ചൈനീസ് ഔളിൻ്റെ ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത്. പീസ് റേറ്റ് 350 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ. ചൈനീസ് ഔള് നല്ല അടിപൊളി കളേഴ്സിലുള്ള ചൈനീസ് ഔളുകളുണ്ട്. പീസ് റേറ്റ് 350 രൂപ. മിനിമം 5 പീസ് എടുക്കണം. ബൾക്ക് സെയിൽ അവൈലബിൾ ആണ്. ചൈനീസ് ഔള് പീസ് റേറ്റ് 350 രൂപ. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അടുത്ത നമുക്ക് സെയിം ബ്രീഡർ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നാടൻ കോഴികളാണ്. 2 മാസം കഴിഞ്ഞത്. പീസ് റേറ്റ് 200 രൂപയാണ് ഇത് ചോദിക്കുന്നുള്ളൂ. നേക്കിഡിനൊക്കെ ഉണ്ട്. നേക്കിഡിനൊക്കെ 2 മാസം കഴിഞ്ഞ കോഴികൾ. പീസ് റേറ്റ് 200 രൂപ. തിരുവനന്തപുരം തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഒരുപാട് പേര് നമുക്ക് അവിടെ സെയിലായിട്ട് വന്നിരിക്കുന്നത്. പേർഷ്യൻ ക്യാറ്റിൻ്റെ ഫീമെയിൽ കിറ്റനാണ് വന്നിരിക്കുന്നത്. 4 മാസം പ്രായമുള്ള ഫീമെയിൽ കിറ്റൻ. വെറും 3000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. ഈ എല്ലാ പെറ്റ്സും തിരുവനന്തപുരം സെയിം ബ്രീഡറാണ് വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഗിനിപ്പിക്കുകൾ വന്നിരിക്കുന്നത് പീസ് റേറ്റ് 200 രൂപയാണ് വന്നിരിക്കുന്നത്. 10 എണ്ണം കൊടുക്കാനുണ്ട്. പീസ് റേറ്റ് 200 രൂപ. തിരുവനന്തപുരം തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. മിനിമം 5 പീസ് എടുക്കണം. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾക്കൊക്കെ മിനിമം 5 പീസ് എടുത്താലാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളുള്ളൂ. അടുത്തായിട്ട് നമുക്ക് അവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ടർക്കി കോഴികളുടെ എഗ്ഗിങ് പെയറാണ് വന്നിരിക്കുന്നത്. 2 ജോഡി കൊടുക്കാനുണ്ട്. പെയറിന് 3000 രൂപയാണ് റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ടർക്കി കോഴി എഗ്ഗിങ് പെയറുകൾ ബ്രീഡിംഗ് പെയർ 3000 രൂപയാണ് റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് പെയറിന്. അടുത്തായിട്ട് ജർമ്മൻ ഡബിൾ ക്രസ്റ്റിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. 2500 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. ജർമ്മൻ ഡബിൾ ക്രസ്റ്റിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ 2500 രൂപ ബ്രീഡിംഗ് പെയർ. അടുത്തായിട്ട് നമുക്ക് അവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പറവ പ്രാവുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പറവകൾ, റിസൾട്ടുള്ള മെയിൽ ബേഡുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത്. ഇതിൽ നല്ല അടിപൊളി ഹൈ ഫ്ലയർ പറവകളാണ് വന്നിരിക്കുന്നത്. മെയിൽ ബേഡുകളാണ് ഇത് വന്നിരിക്കുന്നത്. മൊത്തം പീസ് റേറ്റ് 1000 രൂപയുടെ ഉണ്ട്, 1500 രൂപയുടെ ഉണ്ട്. പറവ പ്രാവുകൾ മെയിൽസ് റിസൾട്ട് ഉള്ളത് 1000 രൂപ, 1500 രൂപ. ഇത് വന്നിരിക്കുന്നത് പറവ ഓൾഡ് ലൈൻ പ്ലസ് ഒരു ഹൈ ഫ്ലയറാണ് വന്നിരിക്കുന്നത്. നല്ല ടോപ്പ് ക്വാളിറ്റി പറവയാണ് വന്നിരിക്കുന്നത്. ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 6000 രൂപയാണ്. ഈ പറവയുടെ പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 6000 രൂപ. ഓൾഡ് ലൈനും അതേപോലെ ഹൈ ഫ്ലയറാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് അവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് ബീഗിളിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. 10000 രൂപയാണ്. 10,000 ആണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. ബീഗിളിൻ്റെ പപ്പീസ് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ. സെയിം ബ്രീഡറാണ് വന്നിരിക്കുന്നത്. 10000 രൂപയാണ് ബീഗിൾ പപ്പീസിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ എല്ലാതും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അവിടുന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് സെൻറ്റ് ബെർണാഡിൻ്റെ ഒരു സ്റ്റഡ് പപ്പിയാണ് വന്നിരിക്കുന്നത്. മെയിൽ പപ്പിയാണ്. 18000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. സെൻറ്റ് ബെർണാഡ് സ്റ്റഡ് മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. 18000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. തിരുവനന്തപുരം തന്നെയാണ് സെയിം ബ്രീഡറാണ് വന്നിരിക്കുന്നത്.
അപ്പോൾ സെൻറ്റ് ബെർണാർഡിൻ്റെ പപ്പി, പറവപ്രാവുകൾ, ബീഗിൾ പപ്പീസ്, അതേപോലെ ചൈനീസ് അവള്, നാടൻ കോഴികൾ, ഒരുപാട് പെറ്റ്സ് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പേർഷ്യൻ ക്യാറ്റുകൾ അതൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ മൊയിലുകൾ വൈറ്റ് ജയന്റ് 4 പീസ് 1200 രൂപയാണ് റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. ഇതും സെയിം ബ്രീഡറാണ് വന്നിരിക്കുന്നത്, സെയിം ലൊക്കേഷൻ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് സൺകൊനൂറിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്സുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 5 ചിക്സുകളുണ്ട്, ഹാൻഡ് ഫീഡിങ് ചിക്സ് 5 എണ്ണം. പീസ് റേറ്റ് 5000 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സൺകൊനൂറിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്സ് 5 എണ്ണം ഒരുമിച്ച് എടുക്കണമെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. പീസ് റേറ്റ് 5000 രൂപയാണ് അവർ ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സൺകൊനൂറിനൊക്കെ ഇണക്കി വളർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ പ്രായത്തിലാണ് എടുക്കേണ്ടത്. നന്നായിട്ട് ടൈം ചെയ്ത് എടുക്കാവുന്നതാണ് ഈ പ്രായത്തിൽ എടുത്ത് വളർത്തുന്ന സൺകൊനൂറിനൊക്കെ. ഹാൻഡ് ഫീഡ് കൊടുത്ത് നിങ്ങൾക്ക് നന്നായിട്ട് ടൈം ചെയ്ത് എടുക്കാൻ പറ്റിയ പ്രായമാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് പാലക്കാട് നിന്നാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അസീലിൻ്റെ ചിക്സാണ് വന്നിരിക്കുന്നത്. 1 മാസം പ്രായമുള്ള അസീലിൻ്റെ കുഞ്ഞുങ്ങൾ. പീസ് റേറ്റ് 250 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. അസീലുകൾ പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. പാലക്കാട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അസീലിൻ്റെ ചിക്സുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട്. 1 മാസം പ്രായമുള്ളത്. അതേപോലെ തന്നെ നാടൻ കോഴികൾ 4 മാസം പ്രായമുള്ളത് സെയിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അസീലിൻ്റെ നല്ല അടിപൊളി ചിക്സുകളൊക്കെ പീസ് റേറ്റ് 250 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ. 1 മാസം പ്രായമായത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ബൾക്കായിട്ടൊക്കെ എടുക്കണമെങ്കിൽ റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ബൾക്കായിട്ട് എടുക്കുന്നവർക്ക്, എല്ലാം ഒരുമിച്ച് എടുക്കുന്നവർക്ക്. പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അസീലുകളുണ്ട് ഒരുപാട് കൊടുക്കാനായിട്ട് ഇവിടെ. അടുത്തായിട്ട് അവിടെ നിന്ന് തന്നെ സെയിം ബ്രീഡർ തന്നെ നമുക്ക് നാടൻ കോഴികൾ, 4 മാസം പ്രായമുള്ള നാടൻ കോഴികൾ, 7 മെയിലും 1 ഫീമെയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് പീസ് റേറ്റ് 250 രൂപ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. നാടൻ കോഴികൾ 4 മാസമായതിന് പീസ് റേറ്റ് 250 രൂപ. അസീൽ 1 മാസമായതിന് പീസ് റേറ്റ് 250 രൂപയാണ് റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. പാലക്കാടാണ് ലൊക്കേഷൻ. നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. ആ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.